day, late at night, not okay. All I want. ഹലോ, ഇന്ന് നല്ലോണം തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് നമ്മൾ ബ്രഷൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയിട്ട് പാലൊക്കെ കാച്ചി കുടിച്ചു. പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് വോട്ടുണ്ട് കേട്ടോ, വോട്ട് ചെയ്യാൻ പോകണം. അപ്പം ഇപ്പോൾ ടൈം ഒരു 6:45 ആയി. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആവലാണ്. 7 മണിക്കാട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്നലെ നമ്മൾ ബർത്ത്ഡേയുടെ സാധനമൊക്കെ വാങ്ങപ്പോൾ ഇപ്പോൾ അവിടെ കണ്ടപ്പോൾ എടുത്തിട്ടുള്ള ഒരു ക്ലിപ്പാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ വോട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇപ്പോൾ ടൈം 7 മണി ആയിട്ടുള്ളൂ. നമ്മളിങ്ങനെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര നേരത്തെ ഇറങ്ങുന്നത്. ചിലപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ടേ പോക്കുണ്ടാവും. അങ്ങനെ അനിയൻ പഠിക്കുന്ന സ്കൂളിലേനും നമുക്ക് പോകാണ്ടായത്. അവിടെ എത്തിയിട്ട് എനിക്ക് വേഗം ഉള്ളിൽ കയറാൻ പറ്റില്ല. അത് മാത്രമല്ല, കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എന്നെ വേഗം സെക്യൂരിറ്റി വന്നിട്ട് കയറ്റി. അപ്പോൾ അങ്ങനെ ഞാൻ വേഗത്തിൽ വോട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയ ഉടനെ ഉമ്മച്ചി പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1 മണിക്കൂർ നേരമായിട്ട് കുതിർത്തി വെക്കണം. അങ്ങനെ സേമിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പാലൊക്കെ കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പായസം ഉണ്ടാക്കുന്നിടയിൽ നമുക്ക് ചെറിയൊരു പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ കാരണമായിരുന്നു. പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു സെക്കൻഡ് ഒന്ന് കണ്ണേറ്റുമ്പോൾ നമ്മൾ പാൽ തിളച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലൊക്കെ തിളച്ച് സെറ്റായി വന്നതിന് ശേഷം സേമിയ ഇട്ടെടുത്തു. ആദ്യം കറക്റ്റേന് ഇട്ടത്. പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്തോ ഒരു സേമിയ കുറവ് പോലെ തോന്നിയിട്ട് ഞാൻ ബാക്കി പാക്കറ്റിൽ കുറച്ചുണ്ടായതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് അത് നല്ലോണം കട്ടിയായി പോയിട്ടോ. അപ്പോൾ കട്ടിയായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 പാത്രത്തിലേക്കാക്കി മാറ്റിയിട്ടോ. എന്നിട്ട് ഒന്നിലേക്ക് പാല് ആദ്യം തിളപ്പിച്ചിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ സെറ്റായി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മന്തിയുടെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ബീഫും കൂടി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഉമ്മച്ചിയും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മന്തിക്കൊക്കെ കൂട്ടാനുള്ള മറ്റേ സോസില്ലേ, തക്കാളിയൊക്കെ ഇട്ട് അടിച്ചിട്ട് അത് ഞാനൊന്ന് റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടി കുളിച്ച് റെഡിയായി. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മോളെ നോക്കാനുണ്ടായതുകൊണ്ട് ഒന്നിലേക്ക് അങ്ങനെ അത്ര വലുതായിട്ട് പോകാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ സിസ്സിനെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് ബലൂൺസൊക്കെ ഊതാനുണ്ടായിരുന്നു. അതൊക്കെ ഓക്ക് കൊടുത്തു ഊതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓളതൊക്കെ കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയേരം നമ്മളെ മന്തിയുടെ ദമ്മൊക്കെ പൊട്ടിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. നമ്മുടെ ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ബീഫും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ തക്കാളി വെച്ചിട്ടുള്ള സോസും പിന്നെ മയോണൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെക്കറേഷനുള്ള പരിപാടികൾക്ക് തുടങ്ങി കേട്ടോ. അപ്പോൾ അനിയത്തി ഓൾറെഡി ബലൂൺസൊക്കെ ഊതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാനറൊക്കെ ഞാൻ തലേന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെ അതിന് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ തിരക്ക് പിടിച്ചിട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാനറും ബാക്കിയുള്ളതൊക്കെ നമ്മളൊരു സെറ്റായിട്ട് വാങ്ങിയതാണ്. അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ, മിഠായിയും കപ്പ് കേക്കൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ മോള് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോൾ പിന്നെ എണീച്ചു. പിന്നെ അങ്ങനെ ഉള്ള ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ ഉറക്കത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അനിയനൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കുറച്ച് പാട്ടും അതുപോലെ തന്നെ നമ്മളങ്ങോട്ട് സംസാരിക്കുമ്പോൾ തിരിച്ച് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. പിന്നെ അത് നോക്കി നിൽക്കലേന് പണി. ഇതിനെ കൊണ്ടായിരുന്നു ഉള്ള കളി. കാരണം നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പറയുന്ന ഒരു ഡോയായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേക്ക് ഉച്ചക്ക് കഴിച്ച മന്തി തന്നെ ഉണ്ടായിരുന്നു. അതാണ് കഴിച്ചിട്ടുണ്ടായത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്കിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസൊക്കെയാണിത്. അപ്പോൾ ഞാനത് കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പണിയൊക്കെ ഉമ്മ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു മോൾക്ക് കിട്ടിയിട്ടുണ്ടായ ഗിഫ്റ്റ്. ഒരു ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടോയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടെഡിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ മോളെ ഉപ്പാരുടെ അടുത്തുനിന്ന് 2-3 ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ബായ്.